കൊക്കും ദുഷ്ടനായ പരുന്തും വേട്ടക്കാരനും. ഒരു ദിവസം രാവിലെ മോണ്ടുകുരങ്ങനും ബഗീരയും മാനും ആനയും സീബ്രയും കാട്ടിലൂടെ നടക്കുകയായിരുന്നു. അപ്പോൾ അവർ വഴിയിലൊരു കൊക്ക് കിടക്കുന്നത് കണ്ടു. അല്ല, ഇതൊരു കൊക്കല്ലേ? അബോധാവസ്ഥയിലാണെന്ന് തോന്നുന്നു. ഇവനെ വേഗം തന്നെ ഡോക്ടർ മുയലിന്റെ അടുത്തെത്തിക്കാം. രാമു ആന തന്റെ തുമ്പിക്കൈയിൽ അതിനെ എടുത്ത് ഡോക്ടർ മുയലിന്റെ അടുത്ത് എത്തിച്ചു. ഡോക്ടർ കൊക്കിന്റെ നെറ്റിയിൽ ചെറുതായിട്ട് ഒരു തൈലം പുരട്ടി. കുറച്ച് സെക്കൻഡിനുള്ളിൽ കൊക്കിന് ബോധം വന്നു. ദൈവത്തിന് നന്ദി. കൊക്കെ, നീ ഓക്കെ ആണല്ലോ അല്ലേ? കൊക്ക് അവർക്ക് ഒരു ഉത്തരവും നൽകിയില്ല. അവരെ നോക്കിക്കൊണ്ടേയിരുന്നു. കൊക്കെ, നീ എന്താ ഒന്നും സംസാരിക്കാത്തത്? പ്രിയപ്പെട്ട കൊക്കെ, നിനക്കെന്താ സംസാരിക്കാൻ കഴിയില്ലേ? അതിന് കൊക്ക് ഇല്ല എന്ന് തലയാട്ടി. അതെ, ഇത് വളരെ വിഷമമുള്ള കാര്യമാണ്. ആ, അത് വിടൂ. ഇന്നു മുതൽ ഞങ്ങൾ എല്ലാവരും നിന്റെ കൂട്ടുകാരാണ്. ഞങ്ങൾ നിന്നെ മിങ്കു കൊക്കെന്ന് വിളിക്കാം. അത് ഓക്കെ ആണോ? അതിന് മറുപടിയായി കൊക്ക് പുഞ്ചിരിച്ചു. എല്ലാ മൃഗങ്ങളും അതിനെ അവരുടെ കൂടെ കൊണ്ടുപോയി. ക്രമേണ കൊക്ക് എല്ലാ മൃഗങ്ങളുമായി കൂട്ടായി. ഒരു ദിവസം ഗോൾഡി പരുന്ത് കാട്ടിലേക്ക് വന്നു. അത് തന്റെ കാലുകളിൽ ഒരു ചെറിയ പഴക്കൂട പിടിച്ചിരുന്നു. സർപ്രൈസ്! എന്റെ പ്രിയപ്പെട്ട വനവാസികളെ, നിങ്ങൾക്കൊക്കെ സുഖമാണോ? അല്ല ഗോൾഡി പരുന്തേ, നീ പട്ടണത്തിൽ നിന്ന് എപ്പോഴാ വന്നത്? ആ, ഇപ്പൊ വന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പഴക്കൂട സമ്മാനമായി കൊണ്ടുവന്നതാണ്. അപ്പോഴേക്കും ഗോൾഡി കൊക്കിനെ കണ്ടു. അല്ല, ഇതാരാണ്? ഇത് മിങ്കു കൊക്കാണ്. കുറച്ചു ദിവസമായി ഞങ്ങളുടെ കാട്ടിലാ താമസിക്കുന്നത്. പാവത്തിന് സംസാരിക്കുവാനും കഴിയില്ല. ശരി ശരി, കുഴപ്പമില്ല. നമ്മുടെ കാട്ടിൽ ബധിരർക്കും മൂകർക്കും പോലും സുഖമായി ജീവിക്കാം. സൂക്ഷിക്കൂ ഗോൾഡി, അങ്ങനെ പറയരുത്. ഇത് കേട്ട് ഗോൾഡി ചിരിക്കാൻ തുടങ്ങി. എന്നാൽ കൊക്കിന്റെ മുഖത്ത് സങ്കടമായിരുന്നു. വൗ, ഈ പഴം വളരെ ഫ്രഷ് ആണല്ലോ. പിന്നെ ആരെയാണ് വെയിറ്റ് ചെയ്യുന്നത്? പെട്ടെന്ന് കഴിക്ക്. മിങ്കു കൊക്കൊഴിച്ച് ബാക്കി എല്ലാവരും അത് കഴിച്ചു. എന്തെന്നാൽ പരുന്തിന്റെ വാക്കുകളിൽ അവന് ദേഷ്യം വന്നു. അപ്പോൾ രാമു ആനയ്ക്ക് കോട്ടുവാ വന്നു. ഓ, എനിക്ക് നല്ല ഉറക്കം വരുന്നു. അതെ, എനിക്കും. വാ പോകാം. നിന്നെ നാളെ കാണാം ഗോൾഡി. ഗുഡ് നൈറ്റ് കൊക്കെ. എല്ലാ മൃഗങ്ങളും ഉറക്കം വന്നിട്ട് അവിടെ നിന്നും പോയി. അപ്പോൾ കൊക്ക് ചിന്തിക്കുവാൻ തുടങ്ങി. ഇവർ സാധാരണ പാതിരാത്രി വരെ ഉണർന്നിരിക്കുന്നവരാണല്ലോ. പക്ഷേ ഇന്ന് എത്ര പെട്ടെന്ന് അവർക്ക് എങ്ങനെയാ ഉറക്കം വന്നത്? അപ്പോൾ ഗോൾഡി പരുന്ത് സന്തോഷിച്ച് ആകാശത്തിലൂടെ പറക്കാൻ തുടങ്ങി. ഈ ഗോൾഡി എവിടേക്കാ പോകുന്നത്? ഞാൻ അവനെ പിന്തുടരണം. കൊക്കും അതിന്റെ പുറകെ പോയി. കുറച്ചു സമയത്തിനു ശേഷം ഗോൾഡി ഒരു വേട്ടക്കാരന്റെ അടുത്ത് നിൽക്കുന്നതാണ് കൊക്ക് കണ്ടത്. കൊക്ക് ഒളിച്ചിരുന്ന് അവർ പറയുന്നത് കേട്ടു. പറയൂ ഗോൾഡി, എന്ത് വാർത്തയാ ഉള്ളത്? വാർത്ത വളരെ നല്ലതാണ് ഉസ്താദ്. താങ്കൾ പഴങ്ങളിൽ കലർത്തിയ ലഹരി മരുന്ന് വളരെ നന്നായി പ്രവർത്തിക്കുന്നുണ്ട്. അത് കഴിച്ചതും എല്ലാവരും സുഖമായി ഉറങ്ങി. വൗ, അതിനർത്ഥം ഞാൻ എന്റെ ലക്ഷ്യത്തിൽ ഉറപ്പായും വിജയിക്കുമെന്നാണ്. ഈ ഗോൾഡി എന്തോ ഗൂഢാലോചന നടത്തുകയാണ്. പക്ഷേ എനിക്ക് എങ്ങനെ എല്ലാവരോടും ഈ സത്യം പറയുവാൻ കഴിയും? അല്ലയോ ദൈവമേ, എനിക്ക് സംസാരിക്കുവാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ. അടുത്ത ദിവസം എല്ലാ മൃഗങ്ങളും പക്ഷികളും ഒരുമിച്ച് തടാകത്തിനരികത്ത് ഒത്തുകൂടി. അപ്പോൾ ഗോൾഡി പരുന്ത് വന്ന് പറഞ്ഞു, ഇന്ന് രാത്രി എന്റെ ബർത്ത്ഡേ പാർട്ടിയാണ്. എല്ലാവരെയും ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നു. ഹായ്, പാർട്ടി. അപ്പോൾ അവിടെ നല്ല രസമായിരിക്കും. അതെ, ഉറപ്പായിട്ടും നിങ്ങൾ എല്ലാവരും സമയത്തിന് പൂന്തോട്ടത്തിൽ എത്തിച്ചേരണം, കേട്ടല്ലോ? ഉറപ്പായിട്ടും ഗോൾഡി പരുന്തേ. ഇത് പറഞ്ഞിട്ട് ഗോൾഡി പരുന്ത് അവിടെ നിന്ന് പോയി. ഗോൾഡി എങ്ങനെയാ ഇത്ര നല്ല സ്വഭാവക്കാരനായി മാറിയത്? നല്ല കാര്യമാണ്. മുൻപ് എല്ലാവരെയും ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ നല്ലതായി മാറി. ഇത് കേട്ട് കൊക്ക് മനസ്സിൽ ചിന്തിക്കാൻ തുടങ്ങി. എനിക്ക് സംസാരിക്കുവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അവരോട് പറയുമായിരുന്നു, ഗോൾഡി വേട്ടക്കാരനൊപ്പം ചേർന്ന് ഇവരെ ചതിക്കുകയാണെന്ന്. രാത്രി ഗോൾഡിയുടെ ബർത്ത്ഡേ പാർട്ടിയിൽ എല്ലാ വനവാസികളും എത്തിച്ചേർന്നു. അവിടെ ഇതിനകം തന്നെ ഒരുപാട് പഴങ്ങളും മാംസകഷ്ണങ്ങളും വെച്ചിരുന്നു. അരേ വാ, ഇന്ന് ഗോൾഡി എന്നെയും ചെന്നായെയും
കുറുക്കനെയും പരിഗണിച്ചിട്ടുണ്ട്. അത് നോക്കൂ, കഴിക്കാൻ മാംസവും ഉണ്ട്. അതേ കൂട്ടുകാരെ, എന്റെ ബർത്ത്ഡേ പാർട്ടി എനിക്ക് അടിപൊളിയാക്കണമായിരുന്നു. അപ്പോൾ എനിക്ക് നിങ്ങൾക്കുള്ള ഭക്ഷണം കൂടി എന്തുകൊണ്ട് അറേഞ്ച് ചെയ്യാൻ പറ്റില്ല? പക്ഷേ എനിക്ക് വേണ്ടി ഒരു മുളക് മാത്രമേ ഉള്ളൂ. എനിക്ക് കുറഞ്ഞത് 3 വേണം ഗോൾഡി. ഇന്ന് ഇത് നിങ്ങളുടെ എല്ലാവരുടെയും അവസാന വിരുന്നാണ്. വളരെ സന്തോഷത്തോടെ ആഹാരം കഴിക്കുക. അത് കഴിഞ്ഞ് മുഴുവൻ കാട്ടിലും ഞാൻ മാത്രം താമസിക്കും, ബാക്കിയുള്ള പക്ഷികളുടെ രാജാവായിട്ട്. അതെ വിട്ടു, നീ തുടങ്ങിക്കോളൂ. അപ്പോഴേക്കും ഞാൻ നിനക്ക് വേണ്ടി ബാക്കി 2 മുളകും കൂടി കൊണ്ടുവരാം. ഇതും പറഞ്ഞ് ഗോൾഡി പരുന്ത് അവിടെ നിന്നും പോയി. അപ്പോൾ മിങ്കുക്കൊക്കെ അവിടെ എത്തിച്ചേർന്നു. മിങ്കുക്കൊക്കെ, നീയും കൂടി വന്നത് എന്തായാലും നന്നായി. വരൂ, നീയും പാർട്ടി എൻജോയ് ചെയ്യ്. ദൈവമേ, ഇന്ന് നീ എനിക്ക് ശബ്ദം തരൂ, അല്ലെങ്കിൽ വളരെ വലിയ തെറ്റിവിടെ സംഭവിക്കും. കൊക്ക് വളരെ കഷ്ടപ്പെട്ട് ശബ്ദമുണ്ടാക്കാൻ തുടങ്ങി. അല്ല, ഇത് അലറുകയാണല്ലോ. ഇതെന്താണ് പറയുവാൻ ആഗ്രഹിക്കുന്നത്? ഞാൻ ഈ മുളക് കഴിക്കാൻ പോകുന്നു. എനിക്ക് വിശപ്പ് സഹിക്കാൻ കഴിയുന്നില്ല. മിട്ടു മുളക് കഴിക്കാൻ പോയപ്പോഴേക്കും കൊക്ക് ശക്തിയെല്ലാം പ്രയോഗിച്ചു. അപ്പോൾ അതിന്റെ വായിൽ നിന്നും ശബ്ദം പുറത്തു വന്നു. നിൽക്കൂ മിട്ടു, ആ മുളക് കഴിക്കരുത്. അതെ കൊക്കെ, നിനക്ക് സംസാരിക്കാൻ കഴിയുമോ? ദൈവത്തിന് നന്ദി, എനിക്ക് ശബ്ദം വന്നു. എന്നാൽ ഇത്ര പെട്ടെന്ന് എങ്ങനെയാ നിനക്ക് ശബ്ദം തിരിച്ചു കിട്ടിയത്? ഏതെങ്കിലും അപകടത്തിൽ ഒരാളുടെ ശബ്ദം പോവുകയാണെങ്കിൽ അതിനുശേഷം അവർ വളരെ ശക്തി ഉപയോഗിച്ച് വീണ്ടും സംസാരിക്കുവാൻ ശ്രമിക്കുകയാണെങ്കിൽ ശബ്ദം തിരിച്ചു വരും. പക്ഷേ ഒരാൾ ഇത്രയും പരിശ്രമിക്കുന്നത് എന്തെങ്കിലും വലിയ ബുദ്ധിമുട്ടുകൾ നേരിടുമ്പോഴാണ്. ആ മൃഗത്തിനോ മനുഷ്യനോ എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളപ്പോഴാണ്. അതെ, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണം. പരുന്ത് ഒരു വേട്ടക്കാരനൊപ്പം ചേർന്ന് ഗൂഢാലോചന നടത്തുകയാണ്. കൊക്ക് അതുവരെ നടന്നതും കണ്ടതുമെല്ലാം മൃഗങ്ങളോട് പറഞ്ഞു. ഈ ഗോൾഡിയെ നമ്മൾ വെറുതെ വിടില്ല. അവൻ വരട്ടെ. അങ്ങനെയല്ല കൂട്ടുകാരെ, ആ ഗോൾഡി പരുന്തിനെ ഒരു പാഠം പഠിപ്പിക്കുവാനുള്ള ഒരു ഐഡിയ എന്റെ കയ്യിലുണ്ട്. കുറച്ചു സമയത്തിനു ശേഷം ഗോൾഡി പരുന്ത് തന്റെ പങ്കാളി വേട്ടക്കാരനോടൊപ്പം അവിടെ തിരിച്ചു വന്നു. അപ്പോൾ എല്ലാ മൃഗങ്ങളും നിലത്ത് ബോധമില്ലാതെ കിടക്കുകയായിരുന്നു. വൗ! നമ്മുടെ പ്ലാൻ വിജയിച്ചു. ഉസ്താദ്, പുറത്തേക്ക് വന്നാലും ഞാൻ ഈ മൃഗങ്ങളെയെല്ലാം ട്രക്കിൽ നിറച്ച് പട്ടണത്തിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യും. അത് കഴിഞ്ഞ് ഇവരെയെല്ലാം മൃഗശാലയിൽ സൂക്ഷിക്കും. ഇത്ര തിടുക്കം എന്തിനാ വേട്ടക്കാരാ? അപ്പോൾ വേട്ടക്കാരനും ഗോൾഡിയും നോക്കിയപ്പോൾ മിങ്കുക്കൊക്ക് അവരുടെ മുന്നിൽ നിൽക്കുകയാണ്. ഊമയായ കൊക്കെ, നീ എപ്പോൾ മുതലാ സംസാരിക്കാൻ തുടങ്ങിയത്? എനിക്കെല്ലാം അറിയാം ഗോൾഡി. നിന്റെ കയ്യിലിരിപ്പ് മറ്റുള്ളവരെ അറിയിക്കുവാൻ വേണ്ടി ദൈവമാ എനിക്ക് ശബ്ദം നൽകിയത്. എന്നാലും നിനക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഇവരെല്ലാവരും അബോധാവസ്ഥയിലായി കഴിഞ്ഞില്ലേ? ശരിക്കും ഇത് നിന്റെ തെറ്റിദ്ധാരണയാണ്. അപ്പോഴേക്കും അതുവരെ ബോധരഹിതരായി നടിച്ചിരുന്ന എല്ലാ മൃഗങ്ങളും എഴുന്നേറ്റ് വന്നു. ഗോൾഡി പരുന്തേ, നിന്നെ ഞാൻ ഒരിക്കലും വെറുതെ വിടാൻ പോകുന്നില്ല. കഴുകനും കാക്കയും കൂടി ഗോൾഡി പരുന്തിനെ അടിക്കാൻ തുടങ്ങി. ബാക്കിയുള്ള മൃഗങ്ങളെല്ലാം വേട്ടക്കാരനടുത്തേക്ക് ഓടി. രക്ഷിക്കൂ! വേട്ടക്കാരൻ അവരിൽ നിന്ന് രക്ഷപ്പെടാനായി സ്വയം തന്നെ ട്രക്കിലേക്ക് ചാടിക്കയറി. അപ്പോൾ മോണ്ടുകുരങ്ങൻ ഡ്രൈവിംഗ് സീറ്റിൽ ചാടിക്കയറി ട്രക്ക് സ്റ്റാർട്ട് ചെയ്തു. അല്ല, ഈ ട്രക്ക് ആരാണ് ഓടിക്കുന്നത്? രക്ഷിക്കൂ! മോണ്ടുകുരങ്ങൻ ഓടിക്കൊണ്ടിരുന്ന ട്രക്കിൽ നിന്ന് എടുത്തു ചാടി. അപ്പോഴേക്കും ട്രക്ക് കുഴിയിലേക്ക് വീണു. വേട്ടക്കാരന്റെ ശബ്ദം കാട് മുഴുവൻ മുഴങ്ങി. അവിടെ ഗോൾഡിയുടെ അവസ്ഥയും വളരെ മോശമായി. നിങ്ങൾ എല്ലാവരും എന്നോട് ക്ഷമിക്കൂ. ഞാൻ ഇനി ഒരിക്കലും ചതിക്കില്ല. ഇവിടെ നിന്ന് പുറത്തു പോകുക ഗോൾഡി. ഇനി ഒരിക്കലും നമ്മുടെ കാട്ടിൽ നിന്നെ കാണരുത്. ഗോൾഡി അവിടെ നിന്നും പോയി. എല്ലാ മൃഗങ്ങളും കൊക്കിനോട് നന്ദി പറഞ്ഞു. തന്റെ ശബ്ദം തിരിച്ചു കിട്ടിയതിൽ കൊക്ക് വളരെ സന്തോഷവാനായിരുന്നു. ഇപ്പോൾ അവനും ഇഷ്ടമുള്ളതുപോലെ എല്ലാവരോടും സംസാരിക്കുവാൻ തുടങ്ങി.